ഗൈസ്, ഞാൻ കുറച്ച് മുന്നേ എൻ്റെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ 12th കൂടെ പറഞ്ഞേക്കാൻ തോന്നി. 12th ഞാൻ പഠിച്ച ഓപ്പൺ സ്കൂളാണ്. NIS എന്നാണ് ബോർഡിൻ്റെ പേര്. അതിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണെന്നാണ്. ഇത് CBSE പോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ബോർഡാണ്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്താൽ നമുക്ക് 5 ഇയർ വരെ സാവകാശമുണ്ട് ആ രജിസ്ട്രേഷനിൽ എഴുതിയെടുക്കാൻ. ഞാൻ പഠിച്ച സമയത്ത് 5 സബ്ജക്റ്റ് ആയിരുന്നു +2 പാസ്സാവാൻ വേണ്ടത്. ഇപ്പം എക്സാം ഏപ്രിലും അതുപോലെ തന്നെ ഒക്ടോബർ ബാച്ചിലായിട്ട് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് അന്ന് ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞ രീതിയിലും എക്സാം എഴുതാൻ പറ്റും. അതിന് കുറച്ചും കൂടെ ഫീസ് കൂടുതലാണ്. പിന്നെ കുറച്ചും കൂടെ ഇതിനേക്കാളും ഒരു പൊടിക്ക് ടഫാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. പിന്നെ നമ്മൾ അതിന് മുന്നേ നമ്മൾ എക്സാമിന് മുന്നേ തന്നെ TMA എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നല്ലൊരു ഹെൽപ്ഫുള്ളാണ് നമ്മൾ എക്സാം പാസ്സാവാനൊക്കെ. കാരണം ആ മാർക്കും കൂടെ TMAയുടെ മാർക്കും കൂടെ കൂട്ടുന്നതാണ് ഫൈനൽ നമ്മുടെ ഗ്രേഡ് ഷീറ്റിൽ. അപ്പം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് റെഗുലർ കോളേജിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് അതായത് യൂണിവേഴ്സിറ്റികളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മേടിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എടുക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എലിജിബിലിറ്റിയുടെ ആവശ്യമില്ല. കേരളത്തിലെ NIOSൻ്റെ ഓഫീസ് എറണാകുളത്താണ്. അപ്പം നിങ്ങളുടെ അക്കാഡമിക് പരമായിട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കി എല്ലാ നിങ്ങളുടെ അക്കാഡമിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് അന്വേഷിക്കേണ്ടത്.